ഈ ഒരു വ്യക്തി നിങ്ങളോട് ഇപ്പോൾ ജെനുവിൻ ആണോ എന്നതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. മുമ്പ് ചിലപ്പോൾ ജെനുവിൻ ആയിരിക്കാം, പക്ഷേ ആ ഒരു വ്യക്തി ഇപ്പോൾ ജെനുവിൻ ആണോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. പൂർണ്ണമായിട്ടും ഒരു ജെനുവിൻ ആണെന്ന് എനിക്കിവിടെ പറയാനായിട്ട് സാധിക്കില്ല. 100% ഇവിടെ ജെനുവിൻ ആണെന്ന് പറയാൻ സാധിക്കില്ല. നിങ്ങളറിയാതെ അല്ലെങ്കിൽ അവർക്ക് വേറെ ഫാമിലി ഉണ്ട്, നിങ്ങൾക്കും വേറെ ഫാമിലി ഉണ്ട്, അതല്ലാത്ത കാര്യമാണ് ഞാനിവിടെ പറയുന്നത് കേട്ടോ. ലൈക്ക് ആദ്യമെല്ലാം നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷം നിങ്ങൾ മാത്രമായിരുന്നു അവരുടെ ലോകം. ഓക്കെ, നിങ്ങളായിരുന്നു അവരുടെ ഹാപ്പിനെസ്, നിങ്ങളായിരുന്നു എല്ലാം എല്ലാം. നിങ്ങളൊരു നിമിഷം ഒന്ന് വിളിച്ചില്ലെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങളൊരു സൗണ്ട് കേട്ടില്ലെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങളൊരു മെസ്സേജ് കിട്ടിയില്ലെങ്കിലോ അവർക്ക് എന്തോ ഒരു ഭ്രാന്ത് പോലെ ആയിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ടേക്ക് ഇവരുടെ സ്വഭാവത്തിൽ ചേഞ്ചസ് വന്നിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അവർ മുമ്പൊക്കെ നിങ്ങൾക്ക് എത്ര റിസ്ക് എടുക്കാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റിസ്ക് എടുക്കാൻ തയ്യാറായിരുന്ന ഒരു വ്യക്തിയാണ്. അത്രമാത്രം സ്നേഹം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പല പല സർപ്രൈസുകൾ തരാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ ഒരുപാട് സ്നേഹത്തിൽ സംസാരിക്കുക. പിന്നീട് വളരെയധികം ഈ ഒരു പേഴ്സണിൽ നിന്നും ചിലപ്പോൾ അവഗണനകൾ കിട്ടിയിട്ടുണ്ടായിരിക്കാം. എപ്പോഴും വിളിച്ചിരുന്ന ആ ഒരു വ്യക്തി പിന്നീട് എന്താ പറയുക, ഒരു സമയം കഴിഞ്ഞപ്പോൾ മുതൽ വളരെയധികം ചേഞ്ചസ് ആ ഒരു വ്യക്തിയിലേക്ക് വന്നിട്ടുണ്ടായിരിക്കണം. അവർക്ക് ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഒരു എനർജിയോട് മാത്രമല്ല, പണ്ടൊക്കെ നിങ്ങൾ വേണം എന്നുള്ളൊരു നിർബന്ധം അവർക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നിങ്ങളില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള എനർജിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജി എനിക്ക് ചെറുതായിട്ട് ചിലവരിൽ എനിക്ക് കാണുന്നുണ്ട്. ലൈക്ക് മറ്റുള്ളവരും പണ്ടൊക്കെ എന്താ പറയുക, നിങ്ങളുണ്ടായാൽ മതി, 24 മണിക്കൂറും നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക എന്തൊക്കെയായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ വിളിക്കുമ്പോൾ ചിലപ്പോൾ എന്താ പറയുക, ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരിക്കില്ല, ബിസി ആണെന്ന് പറഞ്ഞ് കട്ടാക്കുക, മെസ്സേജസിന് റിപ്ലൈ തരുന്നുണ്ടായിരിക്കില്ല, നിങ്ങളെ മെസ്സേജസുകളൊന്നും എടുത്ത് നോക്കുന്ന പോലും ഉണ്ടായിരിക്കില്ല. അത്തരത്തിലുള്ളൊരു എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. സോ അവർക്കിപ്പോൾ അവരുടെ എന്താ പറയുക, അവരുടെ മനസ്സ് പല എനർജിയോടും അല്ലെങ്കിൽ എനർജീസിനോടും ഡൈവേർട്ടായിട്ട് പോകുന്ന ഒരു എനർജി ഉണ്ട്, ഇവിടെ കാണിക്കുന്നുണ്ട്. മുൻപ് അങ്ങനെ അല്ലായിരുന്നു, ഒരേ ഒരു എനർജി ആയിരുന്നു, അത് നിങ്ങളിലേക്ക് മാത്രമായിരുന്നു. പക്ഷെ ഇപ്പോൾ അവർക്ക് ഇപ്പോൾ പലരെയും കാണുമ്പോൾ ഒരു ക്രഷ് ഫീലിങ്സ് അടിക്കുക, അല്ലെങ്കിൽ അവർ കൊള്ളാം. പണ്ടൊക്കെ ആരെ കണ്ടാലും അവരിലെല്ലാവർക്കും നിങ്ങളുടെ മുഖമായിരുന്നു. പക്ഷെ ഇപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു എനർജി അവിടെ മാറി തുടങ്ങുന്നതായിട്ടുള്ളൊരു കാര്യം അവിടെ കിട്ടുന്നുണ്ട്. ലൈക്ക് എന്താ പറയുക, അവരുടെ സോള് എന്തുകൊണ്ടോ ആഗ്രഹിക്കുന്നു ഈ ഒരു റിലേഷൻഷിപ്പ്. കുറച്ച് പേർക്ക് ഇവിടെ വളരെ കാലങ്ങളായിട്ട് കൊണ്ടുപോകുന്ന ഒരു റിലേഷൻഷിപ്പായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് വളരെ വളരെ കുറഞ്ഞ ഒരു ലൈക്ക് ഒരു 6 to 8 months, 1 year, അതിനുള്ളൊരു ഷോർട്ട് പീരീഡ് ഉള്ളൊരു റിലേഷൻഷിപ്പിൻ്റെ എനർജിയും കാണുന്നുണ്ട്. എന്നാൽ അത് കുറച്ച് പേർക്കുള്ളൊരു എനർജിയാണ് കിട്ടുന്നത്. പക്ഷേ ഏറെക്കുറെ പേർക്കും കിട്ടുന്നൊരു എനർജി ലൈക്ക് ഒരു 5 മുതൽ 10 വർഷത്തിനുള്ള ഇടയിലുള്ളൊരു ബന്ധം അങ്ങനെയും കിട്ടുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഒരു എന്തായാലും 3 വർഷത്തിന് മേലെ ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പിൻ്റെ എനർജി കിട്ടുന്നുണ്ട്. ചെറിയ വർഷങ്ങളിൽ ഒരു ചെറിയൊരു മാസങ്ങളുടെ ബന്ധം ഉള്ളെങ്കിൽ പോലും ഈ ഒരു പേഴ്സൻ്റെ അടുത്ത് വളരെ പെട്ടെന്നായിരിക്കും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടായിരിക്കുക. വളരെ പെട്ടെന്ന് അടുക്കുകയും വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനൊരു ഇതായി പോവുകയും എന്നുള്ളൊരു കാര്യത്തിലേക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. സോ ഇപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളെ മനസ്സിലുണ്ട് കേട്ടോ, അവരുടെ മനസ്സിൽ നിങ്ങളുണ്ട്, അവർക്ക് നിങ്ങളെപ്പോഴും സൈഡിലുണ്ട് എന്നുള്ളൊരു വിശ്വാസമുണ്ട്. എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ അവരെ വിട്ടിട്ട് പോകില്ല എന്നുള്ളൊരു ഒരു വിശ്വാസം അവരുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താ പറയുക, പല തെണ്ടിത്തരം ചെയ്യാനായിട്ട് അവരെ എനർജി, അവരുടെ സോള് ആഗ്രഹിക്കുന്നതായിട്ട് വേറൊരു എന്താ പറയുക, അവർ ഇന്നർ സോളാണ് കേട്ടോ അവരുടെ ഉപബോധ മനസ്സിൻ്റെ സോള്. ബോധ മനസ്സിൻ്റെ സോളല്ല, ഉപബോധ മനസ്സിൻ്റെ സോൾ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ സോളിന് വേറെ എന്തോ ഒരു സോൾമേറ്റ് കണക്ഷൻ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ള കാര്യത്തിലേക്ക് ചിലവർക്ക് ഇത് വരുന്നുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. എല്ലാവർക്കുമല്ല, ഇതൊരു നെഗറ്റീവ് റീഡിംഗ് ആയിട്ട് എടുക്കണ്ട. എന്തൊക്കെ തന്നെയാണെങ്കിലും അവരുടെ ഉള്ളിൽ എന്താ പറയുക, കല്ല് പോലെ കെടുക്കുന്നത് അത് നിങ്ങളുടെ മുഖം മാത്രമാണ്. പക്ഷേ പണ്ടുള്ള പോലത്തെ പൂർണ്ണമായിട്ടുള്ളൊരു ജെനുവിൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പറ്റില്ല. അത്രയും ജെനുവിനിറ്റി ഇവിടെ കാണിക്കുന്നില്ല. അവരുടെ എനർജീസിൽ വളരെയധികം, നിങ്ങളോടുള്ളൊരു എനർജീസിൽ അവർക്ക് വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്.
നിങ്ങളെ പണ്ടൊക്കെ ഒന്ന് വിഷമിപ്പിക്കുക എന്ന് പറയുന്നത് പോലും അവർക്ക് വിഷമമുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ എനർജി ആയിരിക്കും. എപ്പോഴും അവർക്ക് തിരക്കായിരിക്കും. വിളിച്ചാലും അല്ലെങ്കിൽ എന്തൊക്കെയോ ടെൻഷൻ, ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുക, തിരക്കുകളുണ്ടെന്ന് പറയുക. ഇതൊന്നും ഇല്ലാത്ത വ്യക്തിയുമായിരിക്കില്ല പണ്ടും, അല്ലേ? എന്നാൽ പോലും അന്ന് അവർക്ക് സമയമുണ്ടായിരുന്നു. ഇന്ന് അവർക്ക് ആ ഒരു സമയം കാണിക്കുന്നില്ല എന്നതാണ് ഇവിടെ കാണുന്നത്. സോ പൂർണ്ണമായിട്ടും അവർ ഇപ്പോൾ ജെനുവിൻ ആണെന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് അവിടെ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരിക്കും. പണ്ട് നിങ്ങൾ എന്താ പറയുക, നിങ്ങളൊന്ന് പിണങ്ങിയാൽ പോലും അവർക്കത് ഭയങ്കര സഹിക്കാൻ പറ്റാത്തൊരു കാര്യമായിരിക്കും. പക്ഷേ ഇപ്പോൾ നിങ്ങൾ പിണങ്ങിയാലും ഭയങ്കരമായിട്ട് മനസ്സുകൊണ്ട് അകന്ന രണ്ട് എനർജീസിൽ കാണിക്കുന്നുണ്ട്. ലൈക്ക് ഭയങ്കര ഒരു അകൽച്ച ഇവിടെ വരുന്നുണ്ട്. അകൽച്ച എന്നുള്ളൊരു കാര്യം എനിക്കിവിടെ കിട്ടുന്നുണ്ട് എനർജീസിൽ. നിങ്ങളുടെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു കടൽ ഇരമ്പിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ ഈ ഒരു പെരുമാറ്റത്തിൽ. ഭയങ്കര അകൽച്ച കാണുന്നുണ്ട് ഇവിടെ. അവർക്ക് നിങ്ങളിൽ നിന്നും നിങ്ങളുടെ സോളിൽ നിന്നും ഭയങ്കരമായിട്ടുള്ളൊരു അകൽച്ച. പിന്നെ ഈ ഒരു വ്യക്തി ഒരു സോൾമേറ്റ് കണക്ഷനായിട്ട് കിട്ടുന്നുണ്ട് കുറേ പേർക്ക് കേട്ടോ. സോ ഈ ഒരു വ്യക്തി സാധാരണ ഒരു കണക്ഷൻ അല്ല നിങ്ങൾ തമ്മിലുള്ളത്. ഈ ഒരു വ്യക്തി എന്ത് നുണകൾ പറഞ്ഞാലും, അല്ലെങ്കിൽ പല നുണകളും പറയുന്നുണ്ട് നിങ്ങളടുത്ത്. മുമ്പൊക്കെ എല്ലാം തുറന്നു പറയുന്ന ഒരു വ്യക്തിയായിരുന്നു A to Z. പക്ഷേ ഇപ്പോൾ പല കാര്യങ്ങളും മറച്ചു വെക്കുന്ന ഒരു എനർജീസിൽ കാണുന്നുണ്ട്. സോ ഈ ഒരു വ്യക്തി എന്തൊക്കെ നിങ്ങളടുത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭയങ്കരമായിട്ടുള്ളൊരു ഡിവൈൻ ഗ്രേസോട് കൂടിയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് പല രീതിയിലും ഡിവൈൻ അത് ഓപ്പൺ ആക്കി തന്നിട്ടുണ്ട് എന്നുള്ളൊരു എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. സോ ഇത് വിശ്വസിക്കുക, ദിസ് ഈസ് ദ ഡിവൈൻ കണക്ഷൻ ആണ്. ഡിവൈൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർ പല നുണകളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരുടെ പാസ്റ്റ് ലൈഫിനെ കുറിച്ചാണെങ്കിലും ഇപ്പോൾ നിങ്ങളടുത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് അവരെന്ത് നുണ പറഞ്ഞിട്ടുണ്ടെങ്കിലും പല രീതിയിലും പിന്നീട് അത് ഇങ്ങനെയായിരുന്നു, ഇതായിരുന്നു സത്യം, അല്ലെങ്കിൽ അവർ അന്ന് പറഞ്ഞത് ഇങ്ങനെ നുണയായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾക്ക് മുമ്പിൽ ഡിവൈൻ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഇതിലൂടെ എനിക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, കുറേ പേർക്ക് അങ്ങനെയുള്ളൊരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. ദിസ് ഈസ് ദ ഡിവൈൻ കണക്ഷൻ തന്നെയാണ്. പക്ഷെ അത്ര ഈസി ഗോയിങ് ആയിരിക്കില്ല നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഒരുപാട് ഇമോഷണലി ടൈഡപ്പാണ് ഈ ഒരു ബന്ധത്തിൽ. നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്കത് സ്മൂത്ത് ഗോയിങ് ആയിട്ട് കൊണ്ടുപോകാനും പറ്റുന്നുണ്ടായിരിക്കില്ല. ഈ വ്യക്തിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇമോഷണലി അൺകൺട്രോൾഡ് ആകുന്നുണ്ടായിരിക്കും. വളരെ അധികം അവരെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സങ്ങട് എത്ര ശക്തിയുള്ള ഒരാളാണെങ്കിലും മനസ്സിൻ്റെ ആ ശക്തി ക്ഷയിക്കുന്ന ഒരവസ്ഥയായിരിക്കും ഈ ഒരു വ്യക്തിയെ കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ചിന്തിക്കുമ്പോൾ. ഡാർക്ക്നെസ് കാണുന്നുണ്ട് ഭയങ്കരമായിട്ട്. ഈ ഒരു വ്യക്തിയുടെ നിങ്ങളുടെയും റിലേഷൻഷിപ്പിൽ ഡാർക്ക്നെസ് കാണുന്നുണ്ട്. ഓക്കെ.